ഇങ്ങെത്തി. മഴ കനത്തു തുടങ്ങി. പകർച്ചവ്യാധികൾക്കൊപ്പം ഈ മഴക്കാലത്ത് സൂക്ഷിക്കേണ്ട മറ്റൊന്നു കൂടിയുണ്ട്: വിഷപ്പാമ്പുകൾ. മഴക്കാലമായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒന്നാണ് പാമ്പ്. വാഹനങ്ങളിലും പാദരക്ഷകളിലും ഒക്കെ കയറിയിരിക്കുന്ന പാമ്പുകളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാറുണ്ട്. മാളങ്ങളിൽ വെള്ളം കയറുമ്പോൾ സുരക്ഷിതമായ വാസസ്ഥലങ്ങൾ തേടിയാണ് പാമ്പുകൾ പുറത്തിറങ്ങുന്നത്. അതിനാൽ തന്നെ മഴക്കാലത്ത് കൂടുതലായി പാമ്പുകളെ കാണാൻ കഴിയും. പുറത്തെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഇവ വീടിനുള്ളിൽ ചൂടുള്ള സ്ഥലങ്ങൾ തേടിയെത്താറുണ്ട്. കരിയില കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളും തടിക്കഷ്ണം, ഓല, ഓട്, കല്ല് എന്നിവ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളും പാമ്പിന്റെ ഇഷ്ടകേന്ദ്രങ്ങളാണ്. ഇവിടങ്ങളിൽ കിടക്കുന്ന പാമ്പ് അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ലെന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. വീട്ടിൽ കോഴിക്കോടോ വളർത്തുമൃഗങ്ങളോ ഉള്ള ഇടങ്ങളിലും അധിക ശ്രദ്ധ വേണം. മഴക്കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പാമ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? തരം വിഷപ്പാമ്പുകളാണ് മഴക്കാലത്ത് പൊതുവെ കേരളത്തിൽ കാണുന്നത്. അതിൽ ഒന്നാണ് മൂർഖൻ. കേരളത്തിൽ ഏറ്റവും സാധാരണയായി കാണുന്ന വിഷപ്പാമ്പാണ് മൂർഖൻ. പത്തിയുടെ പിന്നിൽ കാണുന്ന ഋ എന്ന അടയാളമാണ് മൂർഖനെ തിരിച്ചറിയാനുള്ള പ്രധാന വഴി. ഇളം തവിട്ട്, കറുപ്പ് തുടങ്ങിയ നിറങ്ങളിലാണ് മൂർഖൻ പാമ്പിനെ കാണാൻ കഴിയുന്നത്. പകൽ സമയത്തും രാത്രി സമയത്തും ഇവയെ കാണാൻ സാധിക്കും. മൂർഖൻ പാമ്പ് കടിച്ചാൽ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. അതിനാൽ അതീവ ശ്രദ്ധ പാലിക്കണം. രണ്ടാമത്തേത് അണലിയാണ്. വളരെ അപകടകാരിയായ വിഷപ്പാമ്പാണ് അണലി. ശരീരത്തിൽ തവിട്ട് നിറത്തിൽ വൃത്താകൃതിയിലോ ഓവൽ ആകൃതിയിലോ ഉള്ള പാടുകളാണ് കാണപ്പെടുന്നത്. പൊതുവെ തടിച്ച ശരീരപ്രകൃതിയുള്ള അണലികളുടെ തല ത്രികോണാകൃതിയിലാണ് ഉള്ളത്. ശംഖുവരയനാണ് മൂന്നാമത്തേത്. വെള്ളിക്കെട്ടൻ എന്നും ഇതറിയപ്പെടും. ഇവ പ്രധാനമായും രാത്രികാലങ്ങളിലാണ് പുറത്തിറങ്ങുന്നത്. ശരീരം തിളക്കമുള്ള കറുപ്പ് നിറവും അതിൽ വെളുത്ത നേർത്ത വരകളോ ഇവയിൽ ഉണ്ടായിരിക്കും. ഇവയുടെ കടിയേറ്റാൽ വേദനയില്ലാത്തതിനാൽ പലപ്പോഴും ആളുകൾ കടിയേറ്റത് അറിയില്ല. ശംഖുവരയൻ പാമ്പിന്റെ വിഷം നാഡീവ്യൂഹത്തെയാണ് നേരിട്ട് ബാധിക്കുന്നത്. നാലാമത്തേത് ചുരുട്ടമണ്ഡലിയാണ്. ഇവ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും മാരകമായ വിഷമാണ് ഇവയ്ക്കുള്ളത്. മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലാണ് ഇവയെ കാണാൻ കഴിയുന്നത്. ശരീരത്തിൽ വ്യക്തമായ വെളുത്തതോ ഇരുണ്ടതോ ആയ വളഞ്ഞ വരകളോ പുള്ളികളോ ഉണ്ടാകും. ഈ 4 പാമ്പുകളെയാണ് പ്രധാനമായും കേരളത്തിൽ മഴക്കാലത്ത് കാണപ്പെടാറുള്ളത്. പാമ്പുകളെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. പരിസരത്തെ പുല്ലും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. ഇത് പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാനുള്ള സാധ്യത കുറയ്ക്കും. മറ്റൊന്ന്, വീടിന്റെ ഭിത്തികളിലും തറയിലുമുള്ള വിള്ളലുകളും മാളങ്ങളും അടയ്ക്കുക. ഷൂസും മറ്റു പാദരക്ഷകളും ധരിക്കുന്നതിന് മുമ്പ് ഉള്ളിൽ പാമ്പുകളോ മറ്റ് ജീവികളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ടോർച്ച് ഉപയോഗിക്കുക. പാമ്പുകളെ പ്രകോപിപ്പിക്കാതിരിക്കുക. അവയെ കണ്ടാൽ ഉപദ്രവിക്കാനോ പിടിക്കാനോ ശ്രമിക്കരുത്. അവയ്ക്ക് സ്വന്തമായി വഴി നൽകുക.